നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ്. ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ്, വെഡിംഗ് പാർട്ടി വെയേഴ്സ്, ഡ്രസ് മെറ്റീരിയൽ തുടങ്ങി വമ്പിച്ച വിലക്കുറവിലും ഗുണമേന്മയിലുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ്. ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു. ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ മനസ്സിനിണങ്ങിയത് സ്വന്തമാക്കാം. ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ്, AB കോംപ്ലക്സ്, കൂറ്റനാട് റോഡ്, നിയർ പെട്രോൾ പമ്പ്, ശാരിശ്ശേരി. നമസ്കാരം. ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കാലാവധി പൂർത്തിയായിട്ടും പാർട്ടി തീരുമാനപ്രകാരം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാതെ തലസ്ഥാനത്ത് തുടരുകയായിരുന്നു കെ മുഹമ്മദ്. ആദ്യ ടൈമിൽ 40 മാസം കെ മുഹമ്മദിന് പ്രസിഡന്റ് സ്ഥാനവും പിന്നീടുള്ള 20 മാസം പ്രസിഡന്റ് സ്ഥാനം മറ്റൊരാൾക്ക് കൈമാറാനും ധാരണയുള്ളതായി പറയപ്പെടുന്നു. എന്നാൽ അങ്ങനെ ഒരു ധാരണ ഇല്ല എന്നാണ് കെ മുഹമ്മദ് പറയുന്നത്. പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായുള്ള വാർത്തകൾ പുറമേ നിന്ന് അറിഞ്ഞതല്ലാതെ രേഖാമൂലം ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല എന്നും കെ മുഹമ്മദ് പറഞ്ഞു. പഞ്ചായത്ത് ഭരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ചേർന്ന കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഭൂരിപക്ഷം ആളുകളും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്തുണച്ചത് മെമ്പർ സാലിഹിനെയായിരുന്നു. പക്ഷേ കോൺഗ്രസ് നേതാക്കളുടെ നിർബന്ധപ്രകാരം പാർട്ടിയിലെ ഏറ്റവും സീനിയറായ കെ മുഹമ്മദിന് അവസരം നൽകുകയായിരുന്നു. 40 മാസം കഴിഞ്ഞാൽ പ്രസിഡന്റ് സ്ഥാനം സാലിഹിന് നൽകണമെന്ന് അന്നേ ധാരണയുണ്ടായിരുന്നതായും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ആ ധാരണ പ്രകാരം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ പാർട്ടി പലതവണ കെ മുഹമ്മദിനോട് ആവശ്യപ്പെട്ടിരുന്നതായും സൂചനയുണ്ട്. പക്ഷേ മുഹമ്മദ് രാജിവെക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. പാർട്ടി തീരുമാനം അംഗീകരിക്കാത്തതിനാലുള്ള പ്രാഥമിക നടപടി എന്ന നിലയിലാണ് കെ മുഹമ്മദിന്റെ സസ്പെൻഷൻ. പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പനാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലും ഇതേ അവസ്ഥയായിരുന്നു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പക്ഷേ സസ്പെൻഷന് വേണ്ടി കാത്തുനിന്നില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും ഒപ്പം മെമ്പർ സ്ഥാനവും രാജിവെച്ചു. 16 അംഗങ്ങളുള്ള ആനക്കര ഗ്രാമപഞ്ചായത്തിൽ 9-7 എന്നതാണ് കക്ഷിനില. കെ മുഹമ്മദ് CPM-ന് പിന്തുണ പ്രഖ്യാപിച്ചാൽ 8-8 എന്ന തുല്യ സംഖ്യയിലേക്ക് കക്ഷിനില മാറും. അതല്ല, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ പോലെ കെ മുഹമ്മദ് മെമ്പർ സ്ഥാനം രാജിവെച്ചാൽ 8-7 എന്നായി മാറും. പാർട്ടിയുടെ ഔദ്യോഗിക അറിയിപ്പ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നും പറയാനില്ല എന്നുള്ളതാണ് കെ മുഹമ്മദിന്റെ നിലപാട്. പക്ഷെ അപ്പോഴും 40 മാസങ്ങൾക്ക് ശേഷം പ്രസിഡന്റ് സ്ഥാനം ഒഴിയാം എന്നൊരു ധാരണ ഇല്ല എന്നും അദ്ദേഹം തറപ്പിച്ചു പറയുന്നു. ചാലിശ്ശേരിക്ക് പിന്നാലെ വീണ്ടും കോൺഗ്രസ് ഭരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്തിൽ കൂടി പ്രതിസന്ധി ഉടലെടുക്കുകയാണ്.